അപ്പോൾ നമ്മുടെ ടാലൻറ്റ് റൗണ്ടൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് നമ്മൾ അടുത്ത ഒരു സ്റ്റെപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്ന് പേജൻറ്റിലുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും വേണ്ടിയിട്ട് അവരൊരു ഫോട്ടോഷൂട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ എനിക്ക് ഇവിടുന്ന് ഒരു 20 മിനിറ്റ്സ് ഡ്രൈവ് ഉണ്ട്. രാവിലെ നല്ല ഓട്ടമായിരുന്നു എൻ്റെ അമ്മോ. അപ്പോൾ രാവിലെ 10-നാണ് ഷൂട്ട്. ഇപ്പോൾ ഇത് ഏകദേശം 9:45 ആയി. എനിക്ക് ഇവിടുന്ന് ഒരു 15 മിനിറ്റ്സേ ഉള്ളൂ. അപ്പോൾ അതിന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു. ഐ എം സോ എക്സൈറ്റഡ്. കാരണം ഈ ട്രഡീഷണൽ അറ്റയറിലായതുകൊണ്ട് തന്നെ എല്ലാവരും കാണാൻ അടിപൊളിയായിരിക്കും. ഞാനതിങ്ങനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, സോ എന്താണ് നമുക്ക് അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇന്ന് ആക്ച്വലി നല്ലൊരു മഴയുള്ള ദിവസമാണ് കേട്ടോ. അയ്യോ, അതുകൊണ്ട് തന്നെ നല്ല പണിയായിരുന്നു. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് സാരിയും ഈ ചെരുപ്പും ഈ തലയിലുള്ള മുല്ലപ്പും ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ കാറിൻ്റെ അടുത്തോട്ട് ഓടി വരേണ്ട വന്നായിരുന്നു. അതുകൊണ്ട് മൊത്തത്തിലൊന്ന് ഒരു നനഞ്ഞ കോഴി മട്ടായിട്ടുണ്ട്. എന്നാലും ഇനി ബാക്കിയുള്ള ഫൈനൽ ടച്ചപ്സൊക്കെ അവിടെ ചെന്നിട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കണേ. എനിക്ക് ശരിക്കും റെഡിയൊക്കെ ആയി പുറത്തിറങ്ങി കാറിലൊക്കെ കയറിയപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ നാട്ടിൽ നമ്മൾ ആരുടെയൊക്കെയോ കല്യാണത്തിന് പോയില്ലേ, നമ്മുടെ കസിൻസിൻ്റെ കല്യാണവും ഫ്രണ്ട്സിൻ്റെ കല്യാണത്തിനൊക്കെ നമ്മൾ രാവിലെ റെഡിയായി പോയില്ലേ, ആ ഒരു ഫീലിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ എനിക്കിപ്പോൾ ഉള്ളത് കേട്ടോ. മൈ ഗോഡ്, എനിക്ക് ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കാനുള്ളത് കാനഡയിൽ മഴയത്ത് നല്ലൊരു വെതറാണ്. ആക്ച്വലി നല്ലൊരു പ്ലസൻറ്റ് ഇതാണ്. പക്ഷെ എന്നാലും മഴയുണ്ട്. ഈ വേഷമൊന്നും ഇല്ലായിരുന്നെങ്കിൽ മഴ നല്ലപോലെ ഒന്ന് എൻജോയ് ചെയ്യായിരുന്നു. സോ അപ്പം മഴയത്ത് പട്ടുസാരിയൊക്കെ കൊടുത്ത് മുല്ലപ്പൂവൊക്കെ ചൂടി വെളുപ്പാങ്കാലത്ത് ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ ഫോട്ടോഷൂട്ടിന്. നാട്ടിൽ നിന്ന് നമ്മൾ ഇവിടെ വരുമ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്റ്റേജസോ അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റിയോ ഒക്കെ കിട്ടുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നേ ഇല്ല. അങ്ങനെയുള്ള ഒരു ഓപ്പർച്യൂണിറ്റിക്ക് ഇവിടെ ഉണ്ട് എന്നുള്ളത് അല്ലേ. കൂടുതലും നാട്ടിലല്ലേ ഇങ്ങനെയൊക്കെ നടക്കുന്നതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു സെലിബ്രേഷൻസ്, ഇവിടെ വിഷു ആണെങ്കിലും ഓണം ആണെങ്കിലും ക്രിസ്മസ് ആണെങ്കിലും ഒക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നാട്ടിലത്തെക്കാട്ടിലും അടിപൊളിയായിട്ടാണ് ഇവിടെ സെലിബ്രേഷൻ. ഒരു വിഷു ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 1-2 മാസം കഴിയുമ്പോഴേക്കും ഉടനെ അടുത്ത വിഷുവിൻ്റെ ഡേറ്റും അതുപോലെ തന്നെ ഓണത്തിൻ്റെ ആണെങ്കിലും ഡേറ്റും ഹോൾസും സഹിതം ഫ്ലയേഴ്സൊക്കെ അപ്പം തന്നെ പുറത്തിറങ്ങി കഴിഞ്ഞു. അപ്പം എല്ലാവരും ഇവിടെ ഭയങ്കര എന്താ പറയുക, ഒരുമിച്ച് നിന്ന് അടിപൊളിയായിട്ടാണ് എല്ലാം ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പം നമ്മൾ നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ആ ഒരു വിഷമമൊക്കെ മാറുന്നത് ഇങ്ങനെ കുറേ കാര്യങ്ങളിൽ നമ്മൾ എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്നതുകൊണ്ടാണ്. അങ്ങനെ ഞാൻ ഡ്രൈവ് ചെയ്ത് പേജൻറ്റിൻ്റെ ഈ ഒരു ഷൂട്ട് നടക്കുന്ന സ്ഥലത്തെത്തിയിരിക്കുകയാണ്. എല്ലാവരും ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ അതേ നടന്നുകൊണ്ടിരിക്കുന്നത് മിസ് കാറ്റഗറിയിലുള്ള കുട്ടികളുടെ ഫോട്ടോഷൂട്ടാണ് കേട്ടോ. ബാക്കി ഞങ്ങൾ മിസ്സസ് കാറ്റഗറിയിലുള്ളവരെല്ലാം കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് മാറാണ്ട് കുറേ പേര് ഗ്രീൻ റൂമിൻ്റെ ഉള്ളിലും പുറത്തുമായിട്ട് എപ്പോഴും ഒരുങ്ങിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറേ സെൽഫി വീഡിയോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ദൈവമേ, പറയാതിരിക്കാൻ പറ്റില്ല. ഈ ട്രഡീഷണൽ വെയറിൽ നമ്മൾ ഡ്രസ്സിട്ട് വന്നു കഴിയുമ്പോൾ എന്തൊരു ഭംഗിയാണെന്നറിയാം. എല്ലാവർക്കും ഭയങ്കര ഒരു ഐശ്വര്യമാണ്. കണ്ടോ, ക്യാമറ ഇവിടെ കണ്ടപ്പോഴത്തേക്കും എല്ലാവരും ഓടി വന്നു. സോ ഇവരൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ആ ആദ്യമായിട്ട് കാണേണ്ട യാതൊരു പ്രശ്നങ്ങളോ ആർക്കും ഇല്ലായിരുന്നു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കമ്പനിയായിരുന്നു. വി റിയലി എൻജോയ് ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ് ദാറ്റ് വി സ്പെൻഡ് ടുഗെദർ. അപ്പോൾ അങ്ങനെ കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് നോക്കിയപ്പോഴാണ് നമ്മുടെ മിസ് കാറ്റഗറിയിലുള്ള കുട്ടികൾ കുറേ പേര് ഷൂട്ട് കഴിഞ്ഞത് അവിടെ ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ ഞാൻ വിളിച്ചു എന്നാൽ പിന്നെ അവരോട് പോയി കുറച്ച് കത്തി അടിച്ചിട്ട് തിരിച്ച് വരാമെന്ന്. അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പോയി ക്യാമറ ഓൺ ചെയ്തതും പോസ്റ്റ് ചെയ്ത് എല്ലാവരും പുറകിൽ നിന്നവരൊക്കെ മുന്നിലോട്ടൊക്കെ വന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ നിന്ന് കുറേ ചിറ്റ് ചാറ്റൊക്കെ ചെയ്തു. ആദ്യം കുറേ പേര് ചിരിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും വിചാരിച്ചു കേട്ടോ ഞാൻ ഫോട്ടോ എടുക്കണമെന്ന്. അതിനുശേഷം ഞാൻ എൻ്റെ സൗന്ദര്യം കുറച്ച് നേരം ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ പൊട്ടൊക്കെ അവർ മാറ്റി കേട്ടോ. ഞാൻ വെച്ചുകൊണ്ട് വന്ന പൊട്ടല്ല, ക്യാമറയിലെടുത്ത് കാണില്ല എന്ന് പറഞ്ഞിട്ട് വേറൊരു പൊട്ട് തന്നു. അങ്ങനെ അത് വച്ചതിന് ശേഷം അതിൻ്റെ ഭംഗി നോക്കാൻ വേണ്ടി ഗ്രീൻ റൂമിൽ ചെന്നപ്പോൾ നിഷ ചേച്ചി അവിടെ സുന്ദരി ആയിക്കൊണ്ടിരിക്കുകയാണ്. നിഷ ചേച്ചിക്ക് ടെൻഷൻ കയറിയിട്ട് നിഷ ചേച്ചി ഗ്രീൻ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്നേ ഇല്ല. അങ്ങനെ ഇതാണ് എൻ്റെ ഫോട്ടോഷൂട്ട് പ്രഹസനം കേട്ടോ. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഫോട്ടോഷൂട്ട് വീഡിയോ ഷൂട്ട് പരിപാടിക്കൊക്കെ പോകുന്നത്. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും അതിൻ്റെ ഒരു കുറവ് നമ്മളവിടെ കാണിച്ചില്ല. അവർ കയ്യിൽ നിന്ന് മാക്സിമം പുറത്തിടാൻ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കഴിവ് മുഴുവൻ പുറത്തെടുക്കുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. സോ ഇറ്റ് വാസ് റിയലി എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്.
ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഗ്രൂം ചെയ്യുന്നവരെ പ്രത്യേകിച്ച് സമ്മതിച്ചു കൊടുക്കണം. കാരണം ഇതിൽ പല സെറ്റ് ഓഫ് കൊറിയോഗ്രാഫി ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു സെറ്റ് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളവരുടെ കൊറിയോഗ്രാഫി നടത്തുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ കുറേ നേരം ഉണ്ടായിരുന്നു, ഒന്നെടുക്കുമ്പോൾ ശരിയാവില്ല, അങ്ങനെ റീടേക്കുകളുടെ ഒരു പ്രഹസനം തന്നെയായിരുന്നു അവിടെ. എന്താണല്ലോ അതൊക്കെ കഴിഞ്ഞു, ഞാൻ ക്ഷീണിച്ചു. പതിവ് പോലെ എൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യത്തിലേക്ക് ഞാൻ കടന്നിരിക്കുകയാണ്, ഭക്ഷണം. അപ്പോൾ എല്ലാവരും ഇവിടെ റീടേക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ നൈസായിട്ട് പോയി 2 സ്ലൈസ് പിസ്സ എടുത്തുകൊണ്ട് വന്ന് ഇവിടെ നിന്ന് അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനുള്ളിൽ അത്ര വെന്റിലേഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഭയങ്കര ടയർഡായിട്ടോ. അപ്പോൾ ഈ മധുഗീതം ടീം ആക്ച്വലി ഭയങ്കര സപ്പോർട്ടീവാണ്. നമുക്ക് ഒന്നിനും പുറത്ത് കൊണ്ട് വന്നില്ല. ഫുഡ്സ് ആണെങ്കിലും ഡ്രിങ്ക്സ് ആണെങ്കിലും എല്ലാ കാര്യങ്ങളും അവരോട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് തന്നെ വലിയൊരു ആശ്വാസമായിരുന്നു കേട്ടോ. ഇതാണ് ഞങ്ങളുടെ അടുത്ത സെറ്റ് ഓഫ് ഷൂട്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ അടുത്ത പ്രഹസനമാണ്. ഞങ്ങളെ വെച്ച് ഇവരധികം കുറച്ച് കഷ്ടപ്പെട്ടു. കാരണം ഒരാൾ തിരിയുമ്പോഴല്ല മറ്റേയാൾ തിരിയുന്നത്. കുറേ സമയമൊക്കെ തോന്നിവാസമായിരുന്നു. അവസാനം രണ്ടും കൽപ്പിച്ച് ഒരു ഷൂട്ട് പുള്ളി നടത്തി. ഇടയ്ക്ക് ഒന്ന് പുള്ളി ഓരോരുത്തരെയൊക്കെ സ്ഥലം മാറ്റിയൊക്കെ നിർത്തുമായിരുന്നു. ഇതിനൊരു മ്യൂസിക്കൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബീറ്റ് അനുസരിച്ചിട്ട് വേണം ഓരോരുത്തർ തിരിയുവാനും ഓരോരുത്തരുടെ തല തിരിക്കുവാനും അതുപോലെ ക്യാമറയിലേക്ക് നോക്കുന്നതും അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ദൈവമേ ഒന്നും പറയണ്ട. എന്താണെങ്കിലും ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. വി റിയലി എൻജോയ്ഡ് ഇറ്റ്. ഹലോ, അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞത് തിരിച്ചിവിടെ വന്നിരിക്കുകയാണ്. ദൈവമേ, പോയ എനർജി ഒന്നും തിരിച്ചു വന്നപ്പോൾ ഇല്ല. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും ഉണ്ടായിരുന്നു. അതിൽ 1-2 പേർക്ക് വരാൻ പറ്റിയില്ല, വേറെ പ്രോവിൻസിൽ നിന്നായിരുന്നുകൊണ്ട്. പക്ഷേ ബാക്കിയുള്ള എല്ലാവരും ഉണ്ടായിരുന്നു. ആൻഡ് എല്ലാവരും ട്രഡീഷണൽ വെയറിലായിരുന്നു. സാരി തന്നെയായിരുന്നു, ബട്ട് പല നല്ല പല ടൈപ്പിൽ ഡ്രേപ്പ് ചെയ്തൊക്കെ വന്നു, പല മേക്കപ്പും അങ്ങനെയൊക്കെ ആയിരുന്നു. എല്ലാവരും കാണാൻ അടിപൊളിയായിരുന്നു. ദൈവമേ, ഞങ്ങളിതിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഫോട്ടോസും വീഡിയോസിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ മെയിൻ ഒരു ഇവൻറ്റ് കഴിയാണ്ട് നമുക്കിത് സോഷ്യൽ മീഡിയയിലൊന്നും ഇടാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അത്രയൊരു പബ്ലിസിറ്റിക്ക് നമുക്കിപ്പോൾ പോകാൻ പറ്റില്ല. അതുകൊണ്ട് അതിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഭയങ്കര പ്രൊഫഷണലായിരുന്നു. അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാനും നമുക്കിത് പറഞ്ഞു തരാനും ഒക്കെ കുറച്ചധികം ആൾക്കാരുണ്ടായിരുന്നു. ഈവൻ ഇതിൻ്റെ പേജൻറ്റ് ഡയറക്ടറും അതുപോലെ ഇതിൻ്റെ ഓർഗനൈസേഴ്സും ഒക്കെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ ഒത്തിരി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈവൻ മധുരഗീതം ടീം ഉണ്ടായിരുന്നു അവിടെ നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ. സോ ഇതിൽ വന്നിരിക്കുന്ന എല്ലാവരും തന്നെ നേരത്തെ എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ആൾക്കാർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോട്ടോഷൂട്ട് എന്ന് പറയുന്നത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്ന് വെച്ചാൽ എന്താ പറയുക, നമ്മൾ സാധാരണ പുറത്തൊരു ഫംഗ്ഷന് റെഡിയായി പുറത്ത് പോകുന്ന ഒരു പരിചയം മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ വെൻ ഇറ്റ് കംസ് ടു ഫോട്ടോഷൂട്ട് അതിൻ്റെ എല്ലാ ആസ്പെക്റ്റും നമുക്ക് പറഞ്ഞു തരും. നമ്മൾ വാക്ക് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നും നമ്മുടെ ഒരു ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുമ്പോൾ നമ്മുടെ ഫേസ് എങ്ങനെയായിരിക്കണം എന്നുള്ളതും നമ്മൾ നോക്കുന്നതിൻ്റെ ഒരു ആംഗിൾ, നമ്മൾ സ്മൈൽ ചെയ്യേണ്ടത്, അതുപോലെ സോഫ്റ്റ് ലുക്ക് കാര്യങ്ങളൊക്കെ നമുക്കെല്ലാം പറഞ്ഞു തരും. എല്ലാം അവർ പറഞ്ഞത് അങ്ങനെ നമുക്ക് കാണിക്കാൻ പറ്റിയില്ലെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന കുറേ കാര്യങ്ങളായിരുന്നു. സോ അതൊക്കെ നമുക്ക് മനസ്സിലായി. വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിരുന്നു. എനിവേ, ഐ കൺവേ മൈ ഹ്യൂജ് താങ്ക്സ് ടു ദ എൻറ്റയർ ടീം. പിന്നെ നമ്മൾ രാവിലെ ഒരു 10 ഒക്കെ ആയപ്പോഴത്തേക്കുമാണ് നമ്മളൊരു മിസ്സസ് കാറ്റഗറി ആൾക്കാർ അവിടെ വന്നത്. ബട്ട് മിസ് കാറ്റഗറിയിലുള്ളവർ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്കുള്ള ഷൂട്ടൊക്കെ ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഫുഡും വെള്ളവും എല്ലാം അവിടെ തന്നിട്ടുണ്ടായിരുന്നു. സോ എവറിബഡി വാസ് സൂപ്പർ എക്സൈറ്റഡ്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തി. സോ ഇനിയിപ്പോൾ നമുക്ക് നാളെ ഒരു റാമ്പ് റിഹേഴ്സലുണ്ട്. അത് വേറൊരു സ്ഥലത്ത് വെച്ചിട്ടാണ്. മേ ബി ഐ തിങ്ക് ഒരു 1.5-2 hours ഉണ്ടായിരിക്കും അത്. അപ്പോൾ അതിൻ്റെ ഒരു റിഹേഴ്സൽ ഉണ്ടാകും. എങ്ങനെ നടക്കണം എന്നറിയാണ്ട് നമ്മൾ സ്റ്റേജിൽ കയറിയിട്ട് യാതൊരു കാര്യമില്ലല്ലോ. അപ്പോൾ അതിൻ്റെ കുറേ പരിപാടികളൊക്കെ ഉണ്ട്. ഞാൻ പോയപ്പോൾ ഇതല്ലായിരുന്നു പൊട്ടില്ലേ. അവരവിടെ ചെന്നിട്ട് പൊട്ടൊക്കെ മാറ്റി. എന്ന് വെച്ചാൽ ക്യാമറയിൽ കാണുമ്പോൾ കുറച്ചും കൂടി എടുപ്പൊക്കെ വരട്ടെ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഒരു അഡീഷണൽ ഒരു മാലയും കൂടെ ഉണ്ടായിരുന്നു. സോ യെസ്, അങ്ങനെ ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് സന്തോഷത്തിൽ തിരിച്ചു പോവാണ്. നല്ല ടയർഡാണ്. വീട്ടിൽ ചെന്ന് റെസ്റ്റ് എടുക്കുക. നാളത്തെ റാമ്പ് റിഹേഴ്സലിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ സീ യു, അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.